ഇതൊരു സ്റ്റഡി വ്ളോഗ് വീഡിയോ ആണ്. ഒരു 8 അവർ സ്റ്റഡി വ്ളോഗ് വീഡിയോ. കുറച്ച് ദിവസമായില്ലേ സ്റ്റഡി വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഈ പൂക്കൾക്കൊക്കെ ഭംഗി കുറച്ച് കൂടുതലാണെന്ന്? അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത് മലയാളമായിരുന്നു. ഇത് ഫുൾ PSC സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. UPSC ഒന്നും ഉണ്ടായില്ല. ഒരു ഫുൾ ഡേ ഞാൻ PSC ആയിരുന്നു പഠിച്ചത്. അപ്പോൾ മലയാളമായിരുന്നു. മലയാളം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹൈസ്കൂൾ മലയാളം പഠിച്ചിട്ടില്ല, സംസ്കൃതമായിരുന്നു. മലയാളത്തിൽ ആ ടൈമിലായിരുന്നല്ലോ ഈ ഗ്രാമറൊക്കെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചില്ല. പിന്നെ കോളേജ് അങ്ങനെ ഒന്നും പഠിക്കാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ശരിക്കും ആ ഒരു ഗ്രാമർ ഏരിയയിലോട്ടൊക്കെ ഒന്ന് പിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെ മലയാളം കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് നേരം ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇംഗ്ലീഷ് നോക്കി. അപ്പോഴേക്ക് തന്നെ ഇംഗ്ലീഷിൻ്റെ സെഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് കുറച്ച് റിവിഷൻ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ബെഡിലോട്ട് മാറ്റി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ ബെഡിലിരുന്ന് പഠിക്കുന്ന സ്വഭാവം? എനിക്കുണ്ട്. എനിക്കത് ഭയങ്കര കംഫർട്ടാണ്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നാണ് കേട്ടോ പഠിച്ചത്. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും എൻ്റെ 2 സ്റ്റഡി ടേബിൾ കാണുന്നുണ്ടെന്ന്. കാരണം അത് ഒരെണ്ണം എൻ്റെ വീട്ടിലും ഒരെണ്ണം ഹസ്ബൻഡിൻ്റെ വീട്ടിലുമാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് തന്നെ പോന്നു. എന്നിട്ട് പിന്നെയും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കുറേ ദിവസമായിട്ട് എനിക്ക് ഒത്തിരി അവേഴ്സ് ഇരിക്കാൻ പറ്റുന്നുണ്ടായില്ല. പല റീസൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം അത്യാവശ്യം ഇരിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു 4 മണിക്കൂറൊക്കെ ആവാനായപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നല്ലൊരു മഴ പെയ്തു കേട്ടോ. ഈ നിലത്ത് കാണുന്നില്ലേ, ഇത് കൊന്നപ്പൂവാണ് കേട്ടോ. വേനൽക്കാലത്ത് നല്ല ഭംഗിയാണ് കാണാൻ, അതിങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്നത്. പക്ഷേ മഴക്കാലത്ത് ഇത് ഇതേപോലെയായിരിക്കും. ഞാൻ നോട്ട്സ് ഇതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് റെക്കോർഡ് ക്ലാസ് ഇരുന്ന് കാണാറുണ്ട്. എന്നിട്ട് ആ നോട്ട്സിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോവും. അതൊരു ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ ഒരു സെക്കൻഡ് റീഡിംഗ് ഒക്കെ വരുന്ന സമയത്ത് ചെറിയ നോട്ട്സിലേക്ക് വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. അങ്ങനെ ഞാൻ പിന്നെയും ബെഡിലോട്ട് മാറ്റിയിട്ടാണ്. ഞാൻ ബെഡിലിരുന്ന് പഠിക്കാൻ തുടങ്ങിയത് കുറച്ച് വർഷം മുന്നെയാണ്. എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാർഡ് സർഫസിലധികം ഇരിക്കേണ്ട എന്നുള്ള പോലെ. അങ്ങനെ തുടങ്ങിയതാണ് ഈ ബെഡിലിരുന്നുള്ള പഠിത്തം. പിന്നെ എനിക്കത് ഭയങ്കര കംഫർട്ടായി. പക്ഷെ ഞാൻ ബെഡിലിരുന്ന് പഠിച്ചാൽ ഉറങ്ങിപ്പോകുന്നില്ല കേട്ടോ. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബെഡിലിരുന്ന് പഠിച്ച് ഉറങ്ങുന്നു. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബുക്സൊക്കെ മാറ്റി എവിടെയെങ്കിലും വെച്ച് ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് എനിക്ക് ഉറക്കം വരുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോവാറില്ല. ഇതാണ് ഇപ്പോൾ എൻ്റെ കംഫർട്ട്. കൂടുതൽ ടൈമും ഞാൻ ബെഡിലിരുന്നാണ് പഠിക്കാറ്. എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ 10th ലെവൽ പ്രിലിംസൊക്കെ വരാറായില്ലേ? കുറേ പേര് ടെൻഷനിലായിരിക്കും, കുറേ പേര് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. എന്തായാലും എല്ലാവരും മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യാം, മാക്സിമം എഫേർട്ട് ഇടാം. പിന്നെ ലാസ്റ്റും റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. അതാണ് മെയിൻ. എനിക്ക് കുറച്ചും കൂടി ചെയ്യായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇടുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനെങ്കിലും ഉണ്ടാവും. എൻ്റെ ഇന്നത്തെ ടാർഗറ്റ് ഞാനങ്ങനെ വിജയകരമായിട്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂഷ്വലി പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്. എൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് കൂടുതലുണ്ടാവും. പണ്ട് മുതലേ എല്ലാവരും പറയാറുണ്ട് ഡാൻസ് ചെയ്യുന്ന പോലെയാണ് ഞാൻ പഠിക്കുകയെന്ന്. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? 8 hours ആയിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 8 hours എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിലൊരു 3 മിനിറ്റിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഒരു 7:57 ആയപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു പോർഷൻ കഴിഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു ഓക്കെ ഇന്ന് ഇതോടെ അവസാനിപ്പിക്കാമെന്ന് ഓർത്തു. കാരണം ഓൾറെഡി ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കുറച്ച് ട്രാവലൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ചൊന്ന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബോഡിക്കും മൈൻഡിനും ബ്രെയിനിനും എല്ലാത്തിനും. അങ്ങനെ വേഗം പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഹാപ്പി ലേണിംഗ്.